ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആർട്ട് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ്. പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 3 ആർട്ട് സ്കൂൾസാണ് ഗന്ധാര, മധുര ആൻഡ് അമരാവതി. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിത്രങ്ങൾ നോക്കി ഓർത്ത് വെക്കാൻ പറ്റുന്ന പോയിൻറ്റ്സേ ഇതിലുള്ളൂ. ഇതൊരു ചെറിയൊരു പ്രസൻറ്റേഷനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്. ഗാന്ധാര എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗം, അതായത് പ്രസൻറ്റ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനൊക്കെയുള്ള ആ ഒരു റീജിയൻ ആയിരുന്നു ഗാന്ധാര റീജിയൻ. ഗാന്ധാര എന്ന മഹാജനപദം നമുക്കറിയാം പാകിസ്ഥാനിലുള്ള ഏരിയയിലാണ്. അപ്പം ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് എന്ന വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത് ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു ആർട്ട് നിലനിന്നിരുന്നത്. ഇത് BC 1st സെഞ്ച്വറി മുതൽ 7th സെഞ്ച്വറി വരെയായിരുന്നു ഫ്ലറിഷ് ചെയ്തിരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് ആയിരുന്നു, നമ്മൾ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന സെൻറ്റേഴ്സ് ആയിരുന്നു തക്ഷശില, പെഷവാർ, ബെഗ്രാം ആൻഡ് ബാമിയാൻ. ഗാന്ധാര സ്കൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതിലുള്ള ഗ്രീക്കോ റോമൻ ഒറിജിനാണ്. ഇവിടെയുള്ള സ്കൾപ്ചേഴ്സും മോണുമെൻറ്റ്സും ഒക്കെ നോക്കിയാൽ, ആർട്ടും സ്കൾപ്ചേഴ്സും കാർവിങ്സും ഒക്കെ നോക്കിയാൽ ഇതിൽ നമുക്ക് വളരെ ഗ്രീക്കോ റോമൻ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. ഇന്ത്യൻ ഫീച്ചേഴ്സും ഉണ്ട്, പക്ഷേ പ്രീഡോമിനൻ്റ് ആയിട്ട് ഇതൊരു ഗ്രീക്ക് സ്റ്റൈലാണ്. ഈ ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസിനൊരു കാരണമുണ്ട്. കാരണം ഈ ഒരു നോർത്ത് വെസ്റ്റേൺ പാർട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ്സ് നടക്കുന്ന ഒരു ഏരിയ ആണ്. പോരാതെ തന്നെ ഈ ഏരിയയിൽ കുറേ സമയത്ത് ഗ്രീക്കോ കിങ്സൊക്കെ പല സമയങ്ങളിലായിട്ട് ഭരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത് മഹായാന ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടുകളാണ്. മഹായാന ബുദ്ധിസ്റ്റുകൾ ബുദ്ധനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധൻ്റെയും ബോധിസത്വാസിൻ്റെ ഒക്കെ ഇമേജസ് ഇവർ കുറേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്ലൂ ഗ്രേ ചൈസ്റ്റ് സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ്. ഇത് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ, ഇപ്പോൾ ബുദ്ധൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ഈ ഒരു സ്റ്റോൺ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിലും ഇതിൽ ഡീറ്റെയിലിങ്സ് ചെയ്യുന്നത് സ്റ്റക്കോ യൂസ് ചെയ്തിട്ടാണ്. സ്റ്റക്കോ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് പ്ലാസ്റ്ററാണ്. നമുക്കിപ്പോൾ ഒരു ചെവിൻ്റെത് നമ്മൾ സ്റ്റോൺ കൊണ്ട് ഒരു ചെവിൻ്റെ രൂപം ഉണ്ടാക്കി, പക്ഷേ ചെവിൻ്റെ ഉള്ളിലേക്കുള്ള പുറത്തുതള്ളി നിൽക്കുന്ന ഭാഗങ്ങളും അതൊക്കെ നമുക്ക് ഡീറ്റെയിലിങ് ചെയ്യാൻ കല്ലിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ളതും മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും സ്റ്റക്കോയാണ്. ആ കാലത്ത് ഗ്രീക്കിലുണ്ടായിരുന്ന ഗോഡ്സിൻ്റെയൊക്കെ സ്കൾപ്ചേഴ്സ് പോലെ, ഫോർ എക്സാമ്പിൾ അപ്പോളോൻ്റെയൊക്കെ സ്കൾപ്ചേഴ്സുമായിട്ട് നമുക്ക് ഈ ഒരു പീരീഡിൽ ഗന്ധാര സ്കൂളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബുദ്ധൻ്റെ സ്കൾപ്ചേഴ്സ് വളരെ സിമിലറായിട്ട് കാണാം. പോരാത്തതിന് ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ് ആയിരുന്നു. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിലുള്ള സ്കൾപ്ചേഴ്സിന് അതിൻ്റേതായ കുറേ പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒറ്റ ചിത്രം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ ഫീച്ചറാണ് ഗാന്ധാര സ്കൂളിലുള്ള സ്കൾപ്ചേഴ്സിൻ്റെ ഒക്കെ ഹെയർ വളരെ വേവി ആയിരിക്കും. നെക്സ്റ്റ് ഫീച്ചർ, ഈ ഒരു ഫോർ ഹെഡ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത്, മുടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് കറക്റ്റ് ഒരു വര വരച്ച പോലെ ഒരു ലൈൻഡ് ഫോർ ഹെഡാണ് ഗാന്ധാര സ്കൾപ്ചേഴ്സിനുള്ളത്. കണ്ണുകൾ പകുതി അടച്ചുകൊണ്ട് ഒരു എക്സ്പ്രഷൻസ് ഇല്ലാത്തൊരു സ്റ്റോയിക് ഫേസാണ് ഇവർക്കുണ്ടാവുക. കാതിൽ ഇയറിങ് ഇടാനുള്ള ഓട്ടം ഉണ്ടെങ്കിലും പക്ഷേ അത് എംപ്റ്റി ആയിട്ടുകൊണ്ട് നീളമുള്ള ചെവികളാണ് ഉണ്ടാവുക. എലോങ്ങേറ്റഡ് ഇയേഴ്സ്, അതായത് പണ്ട് ബുദ്ധൻ രാജകുമാരനായ ടൈമിന് ഇവിടെ ജ്വല്ലറീസൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ അതൊക്കെ എംപ്റ്റി ആണെന്നുള്ളത് കാണിക്കുന്നത് കൂടിയാണ് ഈ ഒരു എലോങ്ങേറ്റഡ് എംപ്റ്റി ഇയേഴ്സ്. തലക്ക് ചുറ്റും കാണുന്നൊരു ഡിസ്ക് പോലത്തെ ആ ഒരു രൂപമാണ് ഹാലോ എന്ന് പറയുന്നത്. ഹാലോ എന്ന് പറയുന്നത് ഒരു പ്രകാശവലയം എന്നൊക്കെ പറയാം. അതായത് ഈ ഗ്രീക്കിലൊക്കെ കാര്യമായിട്ട് യൂറോപ്യൻ ആർട്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഫീച്ചർ ഇവിടെ ഗാന്ധാര സ്കൂളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ബുദ്ധൻ്റെ ചുറ്റും ഒരു വട്ടം വരച്ച പോലെ ഹാലോ സ്കൾപ്ചേഴ്സിലൊക്കെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ബുദ്ധൻ്റെ സ്കൾപ്ചർ ഇട്ടിട്ടുള്ള റോബ്. അതായത് ഞൊറിയായിട്ട് ഈ തുണിയുടെ ഓരോ ചുളിവുകളൊക്കെ ക്ലിയറായിട്ട് കാണുന്ന രീതിയിൽ, ബട്ട് സ്റ്റിൽ സം പ്ലേസസ് നമുക്ക് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള ഡ്രേപ്പ് ഈ ഒരു ഗന്ധാര സ്കൂളിൻ്റെ ഒരു ഫീച്ചറാണ്. ഇതിലുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്ക് ലേറ്റർ പറയാൻ പോകുന്ന മധുര സ്കൂളിൽ ലേറ്റർ പീരീഡിൽ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാം. ഗാന്ധാര സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ബാമിയൻ ബുദ്ധാസ്. ഇത് 2 വലിയ ബുദ്ധൻ്റെ സ്റ്റാച്യൂസാണ്. ബാമിയൻ മലനിരകളുടെ 2 സൈഡിലായിട്ടായിരുന്നു ഈ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നത്. ഇപ്പം പക്ഷേ അത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്.
പ്രസൻറ്റ് ഡേ അഫ്ഗാനിസ്ഥാനിലാണ് ഈ ഒരു ബുദ്ധ സ്റ്റാച്യൂസ് ഉള്ളത്. ഇതിൻ്റെ അടുത്തായിട്ട് മൊണാസ്ട്രീസ് ഒക്കെ ഉണ്ട്. ഇത് സിൽക്ക് റൂട്ടിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇതിന് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലിഫ് തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാൻഡ് സ്റ്റോൺ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റെക്കോ വർക്ക് ഉണ്ട്. ഈ ഒരു മോളിൽ 3 ചിത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നടുവിലുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഫോട്ടോ. ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷനാണ്, എങ്ങനെയായിരിക്കാം എന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്തത്. റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഉള്ള അവസ്ഥയാണ്. അത് ആ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു മൊത്തമായിട്ട് ഡിസ്ട്രോയ് ചെയ്തിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട സ്കൂൾ ഓഫ് ആർട്ടാണ് മധുര സ്കൂൾ ഓഫ് ആർട്ട്. മധുര എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ പ്രസൻറ്റ് ഉത്തർപ്രദേശിലാണ്. ഈ ഒരു ഏരിയയിലായിരുന്നു മധുര സ്കൂൾ ഓഫ് ആർട്ട് ഫ്ലറിഷ് ചെയ്തിരുന്നത്. ഏർലി പീരീഡിൽ ഇതൊരു കംപ്ലീറ്റ്ലി ഇന്ത്യൻ ഒറിജിനായിട്ട് കാണുന്നുണ്ടെങ്കിലും ലേറ്റർ പീരീഡിൽ നമ്മൾ പറഞ്ഞു ഗന്ധാര പോലെയുള്ള കാര്യങ്ങൾ ഹെലനിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മധുര സ്കൂള് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്നത് കുഷാന പീരീഡിലാണ്. ഇവിടെ നമുക്ക് ഗന്ധാരയിൽ നമ്മൾ ബുദ്ധിസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ബുദ്ധിസ്റ്റ്, ഹിന്ദു, ജൈനൻ, സെക്യുലർ ആയിട്ടുള്ള ആർട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരുന്നത് റെഡ് സാൻഡ് സ്റ്റോണ്, ഗ്രാനൈറ്റ്, പിന്നെ സ്പോട്ടഡ് സാൻഡ് സ്റ്റോണ്. ഈ സമയത്ത് ഇപ്പോൾ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിന്ദു ഗോഡ്സിൻ്റെയൊക്കെ സ്കൾപ്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ വന്നിരുന്ന 2 പ്രധാനപ്പെട്ട ഡൈറ്റീസ് ആയിരുന്നു യക്ഷാസും യക്ഷിണീസും. ഇത് നാച്ചുറൽ സ്പിരിറ്റ്സ് ആണ്. ഇവരുടെ കുറേ സ്കൾപ്ചേഴ്സും ഈ ഒരു മധുര സ്കൂളിൻ്റെ പീരീഡിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നതായിട്ട് കാണാം. യക്ഷാസിൻ്റെയും യക്ഷിണീസിൻ്റെയും സ്കൾപ്ചേഴ്സ് എന്നാണ് ഈ ഒരു സ്കൂളിലുള്ള ബുദ്ധ സ്കൾപ്ചേഴ്സ് ഡിറൈവ് ചെയ്യുന്നത്. മധുര സ്കൂളിൻ്റെ മുന്നേ ബുദ്ധനെ ഹ്യൂമൻ ഫോമിൽ നമ്മളെവിടെയും ഡെപ്പിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൗര്യൻ ആർട്ട് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. മധുര സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ ഫീച്ചേഴ്സാണ് ഈ ഒറ്റ ഫോട്ടോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഷേവ്ഡ് ഹെഡ്. ഇത് ഏർലി ഫേസിലാണ് നമ്മൾ ഷേവ്ഡ് ഹെഡ് കാണുന്നത്. ലേറ്റർ ഫേസിൽ നമുക്കൊരു കേളി ഹെയർ ആണ് കാണാൻ സാധിക്കുക. ഗാന്ധാര സ്കൂളിൽ നമ്മൾ പറഞ്ഞു ഒരു എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലാത്തുള്ള ഒരു സ്റ്റോയിക് ഫേസ് ആയിരുന്നു സ്കൾപ്ചേഴ്സിന് ഉണ്ടായിരുന്നത്. പക്ഷേ മധുര സ്കൂളിൽ റൗണ്ട് ആൻഡ് സ്മൈലിംഗ് ഫേസസ് ആണ് സ്കൾപ്ചേഴ്സിനുള്ളത്. മറ്റൊരു ഫീച്ചർ മധുര സ്കൂൾ ഓഫ് ആർട്ടിൽ നമ്മൾ കാണുന്നത് ഇവരെപ്പോഴും അഭയമുദ്രയിലായിരിക്കും ഇരിക്കുന്നത്. അതായത് റൈറ്റ് ഹാൻഡ് മുന്നോട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് തൈസിൽ വെച്ചിട്ടുള്ളൊരു മുദ്രയാണ് അഭയമുദ്ര. മധുര സ്കൾപ്ചേഴ്സിൻ്റെയൊക്കെ ബോഡി ഭയങ്കര മസ്കുലൈൻ ആയിട്ടുള്ള പ്ലസ് ഷോൾഡേഴ്സൊക്കെ വളരെ ബ്രോഡായിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ബോഡീസായിരുന്നു. നേരത്തെ ഗാന്ധാര സ്കൂളിൽ നമ്മൾ പറഞ്ഞു മൊത്തമായിട്ടൊരു റോബ് അവരുടെ ഒരു ഫീച്ചറായിരുന്നു എന്ന്. ഇവിടെ മധുര സ്കൂളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഒരു ഷോൾ പോലെ ലെഫ്റ്റ് ഷോൾഡറിലും പിന്നെ കൈയിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ച പോലെയുള്ളൊരു ഷോളാണ് ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ. ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സിൽ നമ്മൾ പൊതുവേ കാണുന്നൊരു കാര്യമാണ് ലോട്ടസ് ത്രോൺ. അതായത് ബുദ്ധൻ ഇരിക്കുന്നത് ലോട്ടസിലായിരിക്കും. ലോട്ടസ് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐക്കണാണ്. പക്ഷേ മധുര സ്കൂളിൽ നമുക്ക് ഈ ലോട്ടസ് ത്രോണിന് പകരം ലയൺ ത്രോണാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് മധുര സ്കൂളിൽ തന്നെയുള്ള ഒരു ലേറ്റർ ഫേസിൽ നിന്നുള്ളൊരു സ്കൾപ്ചറാണ്. ഇതിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഗാന്ധാര സ്കൂളിലുണ്ടായിരുന്ന ഹാലോ എവിടേക്ക് വരികയാണ്, മധുരയിലേക്ക് വരികയാണ്. ഇത് സാധാരണ ഉണ്ടായിരുന്ന ഹാലോയിനെക്കാളും വലിപ്പം കൂടുകയും ഡെക്കറേറ്റഡ് ആവുകയും ചെയ്തു. ഇത് നോക്കിയാൽ നമുക്കറിയാം കുറേ ജോമെട്രിക്കൽ പാറ്റേൺസും ഫ്ലവേഴ്സ്, ഫ്ലോറൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം നേരത്തെ ഉണ്ടായിരുന്ന സ്കൾപ്ചറിന് ഷേവ്ഡ് ഹെഡായിരുന്നു. ഇപ്പോൾ ഇതിനെന്താണ് ഒരു കേളി ഹെയർ ആണ് ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന സ്കൾപ്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി ഒരു ലെസ് ഫ്ലഷിനെസ് കാണാൻ പറ്റും. നേരത്തെയുള്ള ടോർസോവിനെക്കാളും കുറച്ചുകൂടി തിന്നായിട്ടുള്ളൊരു ബോഡിയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഗാന്ധാരയിൽ യൂസ് ചെയ്തിരുന്ന റോപ്സും ഇവിടേക്ക് വരുന്നതായിട്ട് കാണാം. ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് ഷോൾഡേഴ്സിലേക്ക് മാത്രം ഇട്ടൊരു ഷോൾ പോലത്തെ ഒരു സാധനമായിരുന്നു ഇവർ ധരിച്ചിരുന്നത്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗാന്ധാരൻ സ്റ്റൈലിലുള്ള റോബാണ്. ലേറ്റർ ഫേസിൽ സ്കൾപ്ചറിൻ്റെ കാലുകൾക്കിടയിലുള്ള അകലം കൂടി വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ ഓഫ് ആർട്ടാണ് അമരാവതി സ്കൂൾ ഓഫ് ആർട്ട്. അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് വരുന്നത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഏരിയയിലാണ്. അതുകൊണ്ട് കുറച്ചൊരു ഈ ഒരു നമ്മൾ പറഞ്ഞ മധുരയിൽ നിന്നും ഗന്ധാരയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ദൂരെയായിട്ടാണ് ഈ ഒരു ആർട്ട് സ്കൂൾ ഡെവലപ്പ് ആകുന്നത്. ശതവാഹന രാജാക്കന്മാരും ഇക്ഷ്വാകു രാജാക്കന്മാരൊക്കെ ഇതിന് പാട്രണൈസ് ചെയ്യുന്നുണ്ട്.
ബുദ്ധൻ്റെ ജീവിതവും ജാതക കഥകളുമായിട്ട് ബന്ധപ്പെട്ട കുറേ പാനൽസൊക്കെയാണ് ഈ ഒരു സ്കൾപ്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ജാതക സ്റ്റോറീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കൾപ്ചേഴ്സിലൊന്നാണ്. ഗാന്ധാര സ്കൂളും മധുര സ്കൂളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ബുദ്ധനെ മനുഷ്യരൂപത്തിൽ പ്രസൻറ്റ് ചെയ്തതായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സിംബോളിക്കായിട്ട്, അതായത് കൊടയുടെ ചിത്രം അല്ലെങ്കിൽ ധർമ്മചക്രയുടെ ചിത്രം, ബോധിമരത്തിൻ്റെ ചിത്രം, അങ്ങനെയുള്ള പല പല സിമ്പിൾസായിട്ടാണ് ബുദ്ധനെ അമരാവതി സ്കൂൾ ഓഫ് ആർട്ടിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അമരാവതി സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ മറ്റൊരു ഫീച്ചർ, നമുക്ക് പല സ്കൾപ്ചേഴ്സും പാനൽസൊക്കെ നോക്കുമ്പോൾ ഇതിൽ നല്ല മൂവ്മെൻ്റ് ഉള്ളതായിട്ട് തോന്നും. കാരണം എല്ലാം ഒരു രൂപത്തിൽ, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫോമിൽ നിൽക്കുന്നതിന് പകരം പല ആളുകൾക്ക് പല പല മൂവ്മെൻറ്റ്സും പല എക്സ്പ്രഷൻസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ളൊരു ആർട്ട് സ്കൂൾ കൂടിയാണ്. ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് 3 സ്കൂൾസിൻ്റെ ഒരു ക്വിക്ക് കമ്പാരിസൺ ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് റിവൈസ് ചെയ്യാൻ ഈ ഒരു ടേബിൾ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.